ലിസ്റ്റിൻ സ്റ്റീഫനും സുരാജ് വെഞ്ഞാറമൂടും കൂടി നിർമ്മിച്ച് സുരാജ് വെഞ്ഞാറമൂട്, ഗ്രേസ് ആന്റണി, വിനയ് പ്രസാദ്, അതുപോലെ തന്നെ സുധീർ കരമന, ശ്യാം മോഹൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് ഡിസംബർ മാസം 20-ാം തീയതി തിയേറ്ററോട് റിലീസായ അമീർ പള്ളിക്കലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ED അഥവാ എക്സ്ട്രാ ഡീസന്റ്. അപ്പൊ ചിത്രം ഞാൻ 2 ദിവസം മുമ്പ് തന്നെ കണ്ടിരുന്നു. എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്ത് എനിക്ക് റിവ്യൂ ഇടാൻ കഴിയാതെ പോയത്. അതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പം സിനിമ ഞാൻ കണ്ടു. പാലക്കാട് ദേവി ദുർഗ തിയേറ്ററിൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷായ്. ED എക്സ്ട്രാ ഡീസന്റ്. അമീർ പള്ളിക്കലിന്റെ സംവിധാനത്തിൽ ആഷിഫ് കക്കോടിയുടെ രചനയിൽ ലിസ്റ്റിൻ സ്റ്റീഫനും സുരാജ് വെഞ്ഞാറമൂടും ചേർന്ന് നിർമ്മിച്ച് സുരാജ് വെഞ്ഞാറമൂട്, ഗ്രേസ് ആന്റണി, സുധീർ കരമന, വിനയ് പ്രസാദ്, ശ്യാം മോഹൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് തിയേറ്ററിലൂടെ ഡിസംബർ മാസം 20-ാം തീയതി തിയേറ്ററിലൂടെ റിലീസായ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ED അഥവാ എക്സ്ട്രാ ഡീസന്റ്. ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ സിനിമ കാണണം എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റിയുള്ളൊരു എക്സ്പെക്ടേഷൻ വീഡിയോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറച്ച് ബിസി ആയിപ്പോയതുകൊണ്ടാണ് ആ വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിക്കാതെ പോയത്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷ നൽകിയിരുന്നു സിനിമയുടെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ. അങ്കിത് മേനോനാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്കെന്തോ ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നു. സിനിമ എങ്ങനെ ഉണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായ ഒരു അടിപൊളി സിനിമയായിട്ട് എനിക്ക് തോന്നി. എന്തൊക്കെയോ ഇമോഷൻ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു കമ്പയർ ചെയ്യല്ല, നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ഈ മെയിൻ കഥാപാത്രത്തിന്, ഹീറോ കഥാപാത്രത്തിന് ഒരു ആന്റഗണിസ്റ്റും പ്രൊട്ടോഗണിസ്റ്റിന്റെയും ഒരു സ്വഭാവം വരുന്ന, രണ്ടുപേരുടെയും സ്വഭാവം വരുന്ന ഒരു രീതിയാണ് കാണിക്കാറ്. അപ്പൊ അതുപോലൊക്കെ ഒരു ചായ്വ് വരുന്ന രീതിയിലുള്ളൊരു സംഭവമൊക്കെയാണ് ഈ സിനിമയിലും ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ സിനിമയായിട്ട് കമ്പയർ ചെയ്യല്ല, പക്ഷെ ആ ഒരു പടത്തിന്റെ ഒരു ടൈപ്പ് ഒരു പടമാണ് ഇത്. പക്ഷെ ഈ പടത്തിനകത്ത് പറയാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് അവർ പറയാൻ ഉദ്ദേശിച്ചൊരു സാധനമുണ്ട്, അത് ഭയങ്കരമായിട്ട് എനിക്ക് കണക്റ്റായി. ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഞാൻ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വല്ലാണ്ട് ആ ക്യാരക്ടറിനെ ഹോണ്ട് ചെയ്യുന്ന പോലെ തന്നെ അതേ കാര്യം നമ്മൾ ആലോചിച്ചിട്ട് നമുക്കും ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അത് ആ റൈറ്ററിന്റെ ഒരു കഴിവായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മളെ കാണുന്ന ഒരു പ്രേക്ഷകനെ കൂടി അതേ രീതിയിൽ, അതേ വേവ് ലെങ്തിൽ ചിന്തിപ്പിച്ചു എന്നുള്ളത് ഭയങ്കര സംഭവം തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു അടിപൊളി പേസിനും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫും ഏകദേശം സെക്കൻഡ് ഹാഫ് എന്താകും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു വലിയൊരു പോർഷൻ പറഞ്ഞു വെച്ചു. അപ്പൊ സെക്കൻഡ് ഹാഫ് ഇനി എന്താകും എന്നിങ്ങനെ ചിന്തിച്ചിരുന്നപ്പം പലയിടത്തും രസകരമായിട്ടുള്ള കുറെ സീനുകളും കാര്യങ്ങളും ഒക്കെ കയറി വന്നു. വിനീത് തട്ടത്തിൽ ഡേവിഡ് എന്നോ അങ്ങനെയാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്. നമ്മൾ തൃശ്ശൂർ ഭാഷ പറയുന്നൊരു ആളാണ്. അപ്പോൾ പുള്ളിയുടെ എൻട്രിയോട് കൂടി പിന്നീട് കുറച്ചും കൂടി സിനിമയ്ക്ക് ഒന്ന് കളർ വെച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ സംവിധായകൻ റാഫിയുടെ ഒരു കടന്നുവരവ് ഫസ്റ്റ് ഹാഫിലേ ഉണ്ട്, എന്നാൽ കൂടി കൂടുതൽ കോൺട്രിബ്യൂഷൻ സെക്കൻഡ് ഹാഫിലാണ്. അപ്പം അവരുടെയൊക്കെ ഒരു കടന്നുവരവും കാര്യങ്ങളൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും സിനിമ ഭയങ്കരമായിട്ടൊന്ന് കൊഴുത്തു. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. ഞാൻ സിനിമ കണ്ട സമയത്ത് ഹൗസ്ഫുള്ളായിരുന്നു. നല്ല ഫാമിലി ഓഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കൈയടിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു പടമാണെന്ന് എനിക്ക് ആ സിനിമ, ആ ഫീൽ എനിക്ക് കിട്ടി. കുറേ പിള്ളേർ സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു സിനിമ കാണാൻ. അവരൊക്കെ ഇരുന്ന് കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും അല്ലെങ്കിൽ ആ ഓരോരോ കുഞ്ഞു കുഞ്ഞു സീനുകളിലൊക്കെ റെസ്പോൺസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗതി വർക്കൗട്ടാണ്. കാരണം കുറച്ച് റിവ്യൂസ് അല്ലാതെ കണ്ടിരുന്നു ഇത് അത്രയ്ക്ക് മികച്ചതല്ല, അല്ലെങ്കിൽ ഒരു പോരായ്മയുണ്ട് എന്നൊക്കെ ഒരു റിവ്യൂസ് ഞാൻ കേട്ടിരുന്നു. അപ്പം എനിക്കത് എവിടെയും ഫീൽ ചെയ്തില്ല. എനിക്കത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നി. എക്സ്ട്രാ ഡീസന്റ് അല്ല, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഡീസന്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രധാന പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ, ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച ഒരു മെയിൻ പ്ലോട്ട് ഉണ്ട്, അത്, മ്യൂസിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. നെഗറ്റീവായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് എവിടേക്കോ ഒന്ന്
ലാഗ് അടിക്കുന്ന പോലെ അല്ലെങ്കിൽ കുറച്ചിടത്തുനിന്ന് ഡൗൺ ആയി പോകുന്ന പോലെ ഈ സ്ക്രീൻ പ്ലേ വൈസ് ഒന്ന് തോന്നി. ഈ പെർഫോമൻസ് എടുത്ത് പറയാനാണെങ്കിൽ സുരാജിൻ്റെ തന്നെ എടുത്ത് പറയണം. സുരാജ് ഗംഭീരമാക്കിയിട്ടുണ്ട്, സൂപ്പറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിനയ് പ്രസാദിനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രോങ് അല്ല, കുറച്ച് ലെങ്ത് ഉള്ള ഒരു കഥാപാത്രത്തിനെ കാണാൻ സാധിച്ചു. അത് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. പിന്നീട് ബാക്കി ആരുടെയും പെർഫോമൻസ് ഒന്നും വലുതായിട്ട് പറയാനൊന്നുമില്ല. സുരാജ് പൊളിച്ചടുക്കിയിട്ടുണ്ട്, അത് ഒരു ഡൗട്ടും ഇല്ല. പുള്ളിയുടെ ആ ഒരു മൂഡ് സ്വിങ്, ആ ഒരു ക്യാരക്ടറിൻ്റെ വേരിയേഷൻ, ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ ഓരോ ഫ്ലോയിലും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് അങ്കിത് മേനോൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഗംഭീരമായിട്ട് വർക്കൗട്ടായി, നല്ല രീതിയിൽ ബ്ലെൻഡായി മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു നല്ലൊരു ഇവന്റ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഓളം വെപ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ കയറി വന്ന് നല്ല രീതിയിൽ നമ്മളെ പമ്പ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അത് വല്ലാതെ നമ്മളെ സന്തോഷം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന പ്രേക്ഷകർക്കൊരു ഗുമ്മുണ്ടാക്കുന്ന രീതിയിലാണ് അത് ചെയ്തു വെച്ചത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന സിനിമ എക്സ്ട്രാ ഓർഡിനറി ഡീസന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി ഡീസന്റ് ചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു പ്ലോട്ട് എനിക്ക് വല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെസ്സേജ് നൽകാൻ അവർ ശ്രമിക്കുന്നുണ്ട്, അത് നല്ല രീതിയിൽ കൺവേ ആയിട്ടുമുണ്ട്. അതാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ക്രിസ്മസ് വെക്കേഷൻസ് ഒക്കെ തീരുവാണ്, ഒരു ഞായറാഴ്ചയും കൂടി ഉള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്കൊരു നല്ലൊരു സിനിമ കണ്ടതിൻ്റെ ഒരു അനുഭവം എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുടെ വിശേഷമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ പീസ് ഔട്ട്.